CBSE മൂല്യനിർണ്ണയ വിവാദത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ്. ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണെന്ന് വിമർശനം. പരീക്ഷാ നടത്തിപ്പിലെ വീഴ്ചയുടെ ഉത്തരവാദിത്തം വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റേതാണെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ സംരക്ഷിക്കുകയാണെന്നും കോൺഗ്രസ് ആരോപിച്ചു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ബൽറാം, സ്വാഭാവികമാണ് ഇത്തരം പ്രതിഷേധങ്ങളും വിമർശനങ്ങളും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുക എന്നുള്ളത്. അതിനേക്കാൾ ഉപരി ഇന്നലെ വീണ്ടും തുറന്ന CBSEയുടെ പോർട്ടലിൽ അതിൽ വീണ്ടും സാങ്കേതിക പിഴവുകൾ, സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എന്ന് വ്യാപകമായി വിദ്യാർത്ഥികൾ പരാതിപ്പെടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അതിൽ എന്തെങ്കിലും ഇടപെടൽ CBSEയുടെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ? വെരി ഗുഡ് മോർണിംഗ് പ്രജിൻ, ക്രിസ്റ്റീന. CBSE വെബ്സൈറ്റ് പുനർമൂല്യനിർണ്ണയത്തിനായി തുറന്നതിന് ശേഷവും പല പരാതികൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വിദ്യാർത്ഥികളും ഒപ്പം തന്നെ രക്ഷിതാക്കളും സാങ്കേതിക പ്രശ്നങ്ങൾ നേരിടുന്നതായി പങ്കുവച്ചിരുന്നു. ഇക്കാര്യത്തിൽ CBSE വിശദീകരണങ്ങൾ നൽകിയിട്ടില്ല. എന്നാൽ CBSE ഏറ്റവും ഒടുവിൽ നൽകിയിരിക്കുന്ന ഔദ്യോഗിക വിശദീകരണം അനുസരിച്ച് നിലവിൽ ഇപ്പോൾ ഈ വെബ്സൈറ്റ് സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നും ഒപ്പം തന്നെ ആ പങ്കുവച്ച സമയം വരെ നടത്തിയ ഇടപാടുകൾ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങളും മാത്രമാണ്. അതേസമയം ഈ ഓൺ സ്ക്രീൻ മാർക്കിംഗ് വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ CBSEയുടെ ചെയർമാൻ രാഹുൽ സിംഗിനെയും സെക്രട്ടറി ഹിമാൻഷു ഗുപ്തയെയും കഴിഞ്ഞ ദിവസം സ്ഥലം മാറ്റിയിരുന്നു CBSE. ഈ വിഷയത്തിലാണ് പ്രധാനമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നത്. ഉദ്യോഗസ്ഥർക്കെതിരായ ഈ നടപടി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ആണ് എന്നുള്ള വിമർശനമാണ് കോൺഗ്രസ് ഉന്നയിച്ചിരിക്കുന്നത്. പരീക്ഷാ നടത്തിപ്പിലെ വീഴ്ചയുടെ ഉത്തരവാദിത്തം വിദ്യാഭ്യാസ മന്ത്രാലയത്തിനാണെന്നും എന്നാൽ പ്രധാനമന്ത്രി വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ സംരക്ഷിക്കുകയാണ് എന്നുമാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഇതിന്റെ ഉത്തരവാദിത്തം ഉദ്യോഗസ്ഥരുടെ മേൽ കെട്ടിവെച്ച് മന്ത്രിയെ രക്ഷിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നാണ് ആരോപണം. അഴിമതി നിറഞ്ഞ ഈ കമ്പനിക്ക് കരാർ നൽകിയത് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെയും കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരിന്റെയും നേതൃത്വത്തിൽ ആണ് എന്നും അതുകൊണ്ട് തന്നെ ഈ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുമുള്ള വിമർശനമാണ് കോൺഗ്രസ് ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും പുതിയ ചെയർപേഴ്സണെയും ഒപ്പം തന്നെ അടുത്ത സെക്രട്ടറിയെയും കേന്ദ്രം രാത്രി തന്നെ നിയമിച്ചിട്ടുണ്ട്. ലോകണ്ടെ പ്രശാന്ത് സീതാറാമിനെയും വരുൺ ഭരദ്വാജിനെയുമാണ് പുതിയതായി നിയമിച്ചിരിക്കുന്നത്. അതേസമയം ഈ വിഷയത്തിൽ ഇപ്പോഴും സാങ്കേതിക പ്രശ്നങ്ങൾ നേരിടുന്നതായുള്ള വ്യാപക പരാതികൾ, വിദ്യാർത്ഥികളുടേതടക്കമുള്ള വ്യാപക പരാതികളിൽ CBSEയുടെ വിശദീകരണം ഇതുവരെയും ലഭിച്ചിട്ടില്ല. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. എന്തായാലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യം നേരത്തെ തന്നെ ഈ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഉയർത്തിയതാണ്. ഉദ്യോഗസ്ഥരെ മാത്രം മാറ്റിയതുകൊണ്ട് കാര്യമില്ല, അവിടെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് വലിയ വീഴ്ച ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.